ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡേ 3 ഓഫ് അവർ ഓറിയന്റേഷൻ പ്രോഗ്രാം ആണ്. ഇന്ന് നമ്മൾക്ക് ഓറിയന്റേഷൻ അബൌട്ട് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാജി മിസ് ആണ്. മിസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ HOD എന്നതിലുപരി നമ്മുടെ കോളേജിന്റെ IQAC കോർഡിനേറ്റർ ആണ്. കോളേജിന്റെ ക്വാളിറ്റി ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് വളരെ കൺസേൺഡ് ആയിട്ടും വളരെ ജെനുവിൻ ആയിട്ടും തിങ്ക് ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്ന ഒരാളുടെ ക്വാളിറ്റീസ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ബിക്കോസ് ഇന്നലെ നമുക്ക് തോമസ് സാറ് പറഞ്ഞു തന്നതായാലും കുര്യൻ സാറ് പറഞ്ഞതായാലും ഞങ്ങളെപ്പോലെ ആകൂ എന്ന് ആർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് നിങ്ങള്. അപ്പൊ അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവശ്യം ഒരു ധാരണ നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങൾ 3 കൊല്ലം ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണ്. ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ജീവൻ. അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ പുതിയ റെഗുലേഷന്റെ 2ാം അവകാശക്കാരാണ്. നിങ്ങൾക്ക് സീനിയേഴ്സ് ഇതേ റെഗുലേഷനിൽ സീനിയേഴ്സ് ആയിട്ട് വരുന്ന ഒരേ ഒരു ആൾക്കാരെ ഉള്ളൂ. അപ്പൊ അതിൽ കുറച്ച് ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് വേണ്ടതാണ്. അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു വിപുലമായിട്ടുള്ള ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യാൻ PhDയുടെ പ്രീ സബ്മിഷന്റെ തിരക്കുകൾക്കിടയിൽ പോലും ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ ഒരു ടൈം നമുക്ക് വേണ്ടി മാറ്റിവെച്ച രാജി മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. രാജി മിസ് പ്ലീസ്. താങ്ക് യു ആശ. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, നമ്മൾ നിന്ന് എക്സ്പെക്ട് ചെയ്യണത്, 2015 വരെയുള്ള കാര്യങ്ങളെല്ലാം കുര്യൻ സാറ് വിശദമായിട്ട് ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ റെഗുലേഷൻസ് വന്നു. class. Department we aim at overall development of students. രാജി ക്ലിയർ അല്ല. ഹലോ, ക്ലിയർ അല്ല, കട്ട് ആവുന്നുണ്ട്. ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഹെഡ്സെറ്റ് ഉണ്ട്. അതൊന്ന് മാറ്റി നോക്കണ. ക്ലാരിറ്റി കൂടാൻ ഇന്നാൾ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല ഉണ്ടായി, അത് മാറ്റിയപ്പോഴല്ല സാറിന് ശരിയായേ. അതെ വീഡിയോ രാജി മിസ് വീഡിയോ വേണമെങ്കിൽ ഓഫ് ആക്കിക്കോളൂ. റേഞ്ച് ഇഷ്യൂ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ചിലപ്പോ വീഡിയോ കൂടി പാരലലി മാനേജ് ചെയ്യില്ല. ഹെഡ്സെറ്റ് കുറച്ചും കൂടി അടുത്ത് വെച്ച് പറഞ്ഞാൽ ചിലപ്പോ ഒത്തിരിയും കൂടി ക്ലാരിറ്റി കിട്ടും രാജി മിസ്. ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഇപ്പൊ സെറ്റ് രാജി മിസ്. ദിസ് വിൽ ബി ബെറ്റർ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ്. കുട്ടിയുടെ പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഓർഗനൈസേഷൻ സ്കിൽ, പ്രസന്റേഷൻ സ്കിൽ, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കരിക്കുലർ അച്ചീവ്മെന്റ്സ്, നിങ്ങൾ ഇവിടുന്ന് എത്ര മാർക്കോട് കൂടിയാണ് പോണത്, അതേപോലെ തന്നെ നിങ്ങളുടെ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം ഞങ്ങൾ കൺസേൺ ആണ്. ഇതിലെല്ലാം കൺസേൺ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ 7 ഡേ, നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ കോളേജിലെ എക്സാം ഡ്യൂട്ടി 5 hours ക്ലാസ് എന്നും ഞങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യണം. അതിന് പുറമെ ഒരു ദിവസം 2 സെഷൻ ആയിട്ടുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമും ചെയ്യുന്നതും ഇതേ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കോഡ് ഓഫ് കണ്ടക്ട് എന്താണ്, വാട്ട് ഡു വി എക്സ്പെക്ട് ഫ്രം ദ സ്റ്റുഡൻസ് ആൻഡ് വാട്ട് ഓൾ ആക്ടിവിറ്റീസ് വി ഡു ഡ്യൂറിങ് എ ഇയർ, ഇതിനെ പറ്റിയാണ് ഇനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പങ്ക്ച്വാലിറ്റി, സ്റ്റുഡന്റിൽ നിന്ന് നമ്മൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് പങ്ക്ച്വാലിറ്റിയാണ്. ഇനിയിപ്പോൾ കോളേജൊക്കെ തുറന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു റീച്ച് ദി കോളേജ് ഓൺ ടൈം. 8:30 ക്ലാസ് തുടങ്ങുക വെച്ചാൽ ഒരു 8:25 കുട്ടി കോളേജിൽ എത്തിയിരിക്കണം. നിങ്ങളുടെ അറ്റൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് ഓഫ്ലൈൻ ആണ്. നിങ്ങൾ കോളേജിൽ വന്നിട്ടാണെങ്കിൽ മോർണിംഗ് 3 hours നിങ്ങൾ ക്ലാസ്സിലിരിക്കണം. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ
2 hours ഇരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഫുൾ അറ്റൻഡൻസ് കിട്ടുള്ളൂ. ഓൺലൈൻ ആവുമ്പോൾ 5 സബ്ജക്റ്റിനും നിങ്ങൾ അസൈൻമെന്റ് വെക്കണം. ഇടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട് 1, 2 അല്ലെങ്കിൽ 3 കുട്ടികളൊക്കെ ഇടയ്ക്ക് അസൈൻമെന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആ 5 സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഡേയുടെ ഫുൾ അറ്റൻഡൻസ് കിട്ടുക. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതേപോലെ നമ്മൾ കോളേജിലെ ഒരു വർഷം ഒരു ജനറൽ PTA മീറ്റിംഗ് വെക്കും. പാരന്റ്സിനെ ഒക്കെ വിളിച്ചിട്ട് മൊത്തം കോളേജിന്റെ എല്ലാ സ്റ്റുഡൻസിനും പാരന്റ്സിനെ വിളിച്ചിട്ട് ഒരു ജനറൽ PTA നടത്തും. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു സെമസ്റ്ററിൽ ഒരു ക്ലാസ് PTA. നിങ്ങളുടെ 2 ഇന്റേണൽ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മാർക്സ് ഒക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പാരന്റ്സിനെ വിളിച്ചിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതാണ് സ്റ്റുഡൻസിന്റെ ബിഹേവിയർ. എന്തെങ്കിലും ഒരു മിസ് കണ്ടക്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ, മോശം പെരുമാറ്റോ എന്തെങ്കിലും പ്രോബ്ലം, എക്സാമിന് കോപ്പി അടിക്കോ, ഇതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. സ്റ്റുഡൻസിന്റെ ഫൈറ്റോ റാഗിങ്ങോ ഡ്രഗ്സ് ഇഷ്യോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ നിങ്ങളുടെ പാരന്റ്സിനെ വിളിക്കും. ദേ ഹാവ് ടു കം ടു ദി കോളേജ് ആൻഡ് ഡിസ്കസ് ദി മാറ്റർ. അപ്പൊ നമുക്കറിയാം നിങ്ങൾ ഒരുപാട് ഡ്രഗ്സ് മാഫിയയുടെ ഒക്കെ ഇടയിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതൊക്കെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും ആണ്. അത് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഫ്രണ്ട്സ് വഴി ഗ്രൂപ്പ് നമ്മളെ ഓരോരുത്തർ അപ്രോച്ച് ചെയ്യുന്നത് നമ്മളെ നന്നാക്കാനോ നമ്മളെ വീട്ടിലേക്ക് നന്മ കൊണ്ടുവരാനല്ല. അവർക്ക് കാശ് ഉണ്ടാക്കാനും അവരൊരു വലിയ ലോബിയാണ്. ആ ലോബി വലുതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ പ്രായത്തില് ടീനേജേഴ്സ് ആണ്, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നിങ്ങൾ ഒക്കെ എസ്കേപ്പ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ചീത്ത കൂട്ടുകെട്ടിൽ പെടാണ്ടും ഒരു കുട്ടി ഒരു 20 വയസ്സ് വരെ രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഭാവിയെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ദെൻ കോളേജിൽ പല തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ട്. കോളേജ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്, ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അത് പറ്റി അതിനായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടായി. അപ്പോൾ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മാർക്ക് ഇന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്ന കുട്ടിക്ക് ക്യാഷ് പ്രൈസ് ഒക്കെ കോളേജ് തരും. അവിടെ ഇല്ല. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പിനെ പറ്റി ടീച്ചേഴ്സായി ഞങ്ങൾക്ക് വലിയ ധാരണ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സൈറ്റ് അഡ്രസ്സും കാണാം. അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ആ സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് അവരെ സൈറ്റിൽ കയറി അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെ ഒന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റണതാണോ, നിങ്ങളുടെ ഈ ഏജ് ഗ്രൂപ്പിന് നിങ്ങളുടെ ഫാമിലി ഇൻകത്തിനൊക്കെ പറ്റണ സ്കോളർഷിപ്പ് ആണോ നോക്കുക. നിങ്ങൾ അവിടുന്ന് എല്ലാ അതിന്റെ ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്ത് കോളേജിൽ കോപ്പി കൊടുക്കുന്നതാണ്. ത്രൂ കോളേജ് പോണതാണെങ്കിൽ ത്രൂ കോളേജ് പോവുക, അല്ലെങ്കിൽ ആ സൈറ്റിൽ ഡയറക്റ്റ് അപ്ലോഡ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യുക. ആൻഡ് അതിന്റെ ഇൻഫോർമേഷൻസ് ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയണത്. ഇന്റേണൽ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട് ഡിപ്പാർട്ട്മെന്റ്. ഒരു സെമസ്റ്ററിന് 2 ഇന്റേണൽ എക്സാം നടത്തും. ആ ഇന്റേണൽ എക്സാമിന്റെ മാർക്കും അതിന്റെ ഗ്രേഡിംഗ് ഒക്കെ സിമി ടീച്ചർ ഇനി അടുത്ത് വരുന്ന സെഷനിൽ വിശദമായിട്ട് പറയും. അപ്പൊ 2 ഇന്റേണൽ എക്സാം ആണ് നമ്മൾ നടത്തുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എക്സാം 5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് 5 വർഷത്തെയും 10 വർഷത്തെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഫയലൊക്കെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. എക്സാം ഓറിയന്റഡ് ക്രാഷ് കോഴ്സ് ഒക്കെ നമ്മൾ തരും. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് എക്സാം എഴുതാം. അതുപോലെ തന്നെ കോളേജിലായാലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആയാലും നമ്മൾ ആഡ് ഓൺ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം തന്നെ ആശ ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും, കെലക്ട്രോണും NSDCയും കൂടിയിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും വളരെ അനുയോജ്യമായ കോഴ്സാണ്. ഗവൺമെന്റിന്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള കോഴ്സാണ്. അപ്പൊ നിങ്ങൾ എനിക്കറിയാം, പേഴ്സണലി അറിയാം, ഒരുപാട് സ്റ്റുഡൻസ് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സൊക്കെ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് 30,000 രൂപ കൊടുത്തിട്ടും 80,000 രൂപ കൊടുത്തിട്ടൊക്കെ എറണാകുളത്തും തൃശ്ശൂരൊക്കെ ചെയ്യുന്നത് ഇതേ കോഴ്സുകളാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മാസമായിട്ട് ഈ കോഴ്സിന് ചേരുകയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ എന്തെങ്കിലും ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് കുറച്ച് പൈസക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരം കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ അക്കൗണ്ടൻസ് അക്കാഡമിയുടെ ഒരു അക്കൗണ്ടിങ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കൂടാഞ്ഞിട്ട് കോഴ്സറുടെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പൊ കോഴ്സറുടെ കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ ആശ ടീച്ചറോട് ചോദിച്ചാൽ മതി. അപ്പൊ ഇത് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സാണ്. എന്തിനാ ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത്? കുട്ടി ഇവിടുന്ന് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ക്യാമ്പസിന് പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ട് കുട്ടിക്ക് മാക്സിമം എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഏൺ ചെയ്ത് പോട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ദെൻ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസോസിയേഷൻ ഇനാഗ്രേഷൻ നടത്തും, സെമിനാറുകൾ നടത്താറുണ്ട്, ഇൻഡക്ഷൻ പ്രോഗ്രാം, ഇതുപോലത്തെ ഇൻഡക്ഷൻ പ്രോഗ്രാം, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിസിറ്റ് നടത്തും,
സീനിയേഴ്സിന് കൊടുക്കും. ദെൻ PPT പ്രസന്റേഷൻസ് ഇതൊക്കെ ചെയ്യുന്നത് ആ കുട്ടികളുടെ ഓർഗനൈസിങ് സ്കിൽ. ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത കുട്ടികൾ. ടീച്ചേഴ്സ് വെറുതെ അവിടെ ഒരു ഭാഗമായിട്ട് ഇരുന്നാൽ മതി. രാജമിസേ, അപ്പൊ കുട്ടികളാണ് ഇത്തരം. യെസ് രാജമിസേ, ഹലോ, വീഡിയോ ഓൺ ആയി പോയി, അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ ക്ലാരിറ്റി കുറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ഓക്കെ, ഞാൻ കുറേയുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരം പ്രോഗ്രാമിന്റെ ഒക്കെ ഉദ്ദേശം കുട്ടിയുടെ സ്കില്ല് കൂട്ടുക എന്നുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ അറ്റൻഡൻസ് കമ്പൽസറി ആണ്. അറ്റൻഡൻസ് ഇല്ലാത്ത ഒരു പ്രോഗ്രാമും ഇല്ല. എന്തിന് നമ്മൾ ഒരു പരിപാടിക്ക് പോവുകയാണെങ്കിലും എല്ലാ കുട്ടികളും നിർബന്ധമായി അതിൽ പങ്കെടുക്കണം. ഇനി നിങ്ങൾക്ക് ക്യാമ്പസിൽ ഇതുപോലെ NCC, NSS എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ. എക്സ്ട്രാ ഗ്രേസ് മാർക്ക് കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് സ്വച്ഛ് ഭാരത് ഒക്കെ. NCC ക്യാമ്പിനൊക്കെ പോയിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. അവർക്ക് എത്ര ക്യാമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു അത്രയും അധികം മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ 2 വർഷം മുമ്പ് നമുക്ക് 2 ഗേൾസിനെ RD പരേഡിൽ പങ്കെടുക്കാൻ പറ്റി. അതേപോലെ തന്നെ മുമ്പ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു ബോയും RD റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട്. 10 ഗ്രേസ് മാർക്കും B സർട്ടിഫിക്കറ്റും C സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് ജോലി കിട്ടാനും ഗവൺമെന്റ് ജോലി കിട്ടാനും ഓരോ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനും ഒക്കെ അത് ഗുണകരമാണ്. അപ്പോൾ മാക്സിമം കുട്ടികൾ NCCയിൽ ജോയിൻ ചെയ്യണം, ഗേൾസും ബോയ്സും. അപ്പൊ ഷെയ്ദ മിസ് ഇനീഷ്യേറ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഡാൻസ് അനുസരിച്ചിട്ട് അങ്ങനെ എടുക്കുക. അത് സമയം അതോ ഒരുപാട് സ്കില്ല് ഏൺ ചെയ്യണോ ഈ ഒരു കാലഘട്ടങ്ങൾ? ഗ്രാജുവേറ്റ്സ് ഓരോ ഒരുപാട് കോഴ്സ് ആൾക്കാർ പുറത്തേക്ക് പോകുമ്പോ മൾട്ടിനാഷണൽ കമ്പനീസിലും വേണ്ടത് സ്കില്ലുള്ള ആൾക്കാരാണ്. നിങ്ങൾ വെറുതെ ഒരു 90% മാർക്ക് ഒരു കാര്യമില്ല. എത്രത്തോളം സ്കില്ലുണ്ട്, എത്രത്തോളം കോഴ്സ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം സോഫ്റ്റ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ സ്കിൽ ജോലി കാര്യം അതിനാണ് പുസ്തകം പഠിച്ച് ജസ്റ്റ് മാർക്കോടി പാസ്സായി പോയാൽ മതിയോ? എന്റെ ലക്ഷ്യമാണ്, ഗോൾ എന്താ, ആ ഗോൾ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ അവരുടെയും വീട്ടിലെ പേരൻസിനൊന്നും നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ചിലപ്പോൾ അറിവ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ടിപ്പിക്കൽ ലോജിസ്റ്റിക്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോജിസ്റ്റിക്സ് മാനേജറായിട്ട് ജോലി കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ബോധമൊക്കെ ഉണ്ടാവും. നിങ്ങൾ MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ആവാം. അല്ലെങ്കിൽ CMA കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആവാം. CA കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം. അപ്പൊ എല്ലാവരുടെയും പാരന്റ്സ് നിങ്ങളെ കറക്റ്റ് ആയിട്ട് ലീഡ് ചെയ്യാനുള്ള അറിവ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉള്ളവരുണ്ടാവാം. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും പല സൈറ്റ്സിൽ നോക്കിയാലും നിങ്ങൾ സീനിയേഴ്സിനായിട്ട് ഡിസ്കസ് ചെയ്ത ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് നമ്മുടെ കണ്ടെത്തുക. ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ. എണീക്കടാ എന്ന് പറയണോ രാവിലെ, പഠിക്കട പറഞ്ഞു. ഇതൊക്കെ പറയണ സമയം കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും മുതലും ഓറിയന്റേഷനോട് കൂടി എൻട്രൻസ് കോച്ചിങ്ങിനും എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനൊക്കെ ഓറിയന്റേഷന് പോണ കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും കാലത്തിനനുസരിച്ച് നമ്മളും ഓട് തന്നെ വേണം. പതുക്കെ മന്ദം നടന്നാൽ പോരാ. അപ്പൊ അതിനാണ് ഇതൊക്കെ നിങ്ങൾ തന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയണത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നടത്തുന്ന കാര്യങ്ങൾ. ഡിപ്പാർട്ട്മെന്റ് അച്ചീവ്മെന്റ് ഇന്നലെ കുര്യൻ സാർ 2015 വരെയുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ എന്റെ ഓർമ്മയിലുള്ള ഞാൻ പറയാം. നമ്മുടെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നിങ്ങൾ തന്നെ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. +2 നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിലപ്പോൾ 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു, ഒരു 11, 12 അങ്ങനെയാ പോവുക. നിങ്ങൾ ഒരു ഡിഗ്രി ലെവൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പല സിറ്റുവേഷൻ, പല ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്ന കുട്ടികളുടെ ഒരു മിക്സ്ചറാണ് ഇവിടെ കാണുക. ഇവിടെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയുണ്ട്, CBSE പഠിച്ച കുട്ടിയുണ്ട്, ICSE പഠിച്ച കുട്ടിയുണ്ട്. നെവർ തിങ്ക് ദാറ്റ് അതായത് CBSE പഠിച്ച് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടിക്ക് മാത്രമേ ഇവിടെ BBAക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചിന്തയെ നിങ്ങൾക്ക് വേണ്ട. Your medium of examination is English. You can write your exam only in English. പക്ഷെ നമ്മുടെ ഇപ്പൊ മലയാളം മീഡിയത്തിൽ ഞാൻ പറയാൻ കാരണം, മലയാളം മീഡിയത്തിൽ ഈ മങ്ങാട് സ്കൂളിൽ പഠിച്ചെന്ന ഞങ്ങളൊരു സ്റ്റുഡന്റ് ഉണ്ട്. ആ കുട്ടി ഇവിടെ വരുമ്പോൾ ആ കുട്ടിക്ക് 82% ആണ് +2 മാർക്ക്. ഇവിടുന്ന് പാസ്സായി പോണത് 92%.
അത് മലയാളം മീഡിയത്തിൽ വന്ന കുട്ടി. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് സാധ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം പറ്റും. അതുപോലെ കഴിഞ്ഞ ബാച്ചിൽ ഒരു കുട്ടീന്റെ വന്ദന പറഞ്ഞിട്ട് ഷീസ് ഫ്രം സയൻസ് ബാക്ക്ഗ്രൗണ്ട്. ആ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് ടോപ്പർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കുള്ള 2-3 കുട്ടികളിൽ ഒരു കുട്ടി വന്ദനയാണ്. അത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒരു കോമേഴ്സും ആ കുട്ടിക്ക് അറിയില്ല, അക്കൗണ്ടൻസി അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ആ കുട്ടിക്ക് വൺ ഓഫ് ദി ബെസ്റ്റിലാവാൻ പറ്റിയത് ആ കുട്ടിയുടെ ഹാർഡ് വർക്കാണ്. അപ്പോൾ മലയാളം മീഡിയം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ എന്താവണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ അതാണ് നമ്മളായി കിട്ടുക. അതുപോലെ ലാസ്റ്റ് ബാച്ചിൽ ശ്രുതി, ആ കുട്ടിക്ക് 84% കിട്ടി. അതുപോലെ വേറൊരു ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഞാൻ ഇന്നാള് പറഞ്ഞതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പൊസിഷൻ ലിസ്റ്റിലെ 7th പൊസിഷനിൽ നമ്മുടെ ഒരു മുബഷിറ പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടിക്ക് പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഈക്വലന്റ് ടു റാങ്ക്, 7th റാങ്കിന് ഈക്വലന്റ് ആണ്. ദെൻ ഷിഫ്ന പറഞ്ഞ വേറെ കുട്ടി, മൃദുല, ഇവരൊക്കെ മലയാളം മീഡിയത്തിൽ വന്ന കുട്ടികളാണ്. അതാണ് ഏറ്റവും രസം. ഈ ഏറ്റവും അത്ഭുതം, ഈ ടോപ്പേഴ്സ് മുഴുവൻ മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ. അവരെ ഹാർഡ് വർക്കിംഗ് ആണ് അവരെ ഈ നല്ലൊരു അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചത്. നമുക്ക് CMA പാസ്സായിട്ടുള്ള കുട്ടികളുണ്ട്. ജോൺസി ഉല്ലാസ്, വിസ്മയ എന്ന് പറഞ്ഞ കുട്ടി, ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അരുൺ ഉണ്ട്. ഒത്തിരി കുട്ടികൾ IELTS ഒക്കെ ചെയ്തിട്ട് വിദേശത്ത് പോയിട്ടുള്ള ഒക്കെ കുട്ടികളുണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ വേറെ അച്ചീവ്മെന്റ്സ് പറയാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഡിഗ്രിക്ക് വന്നാലാണ് നിങ്ങൾ ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻസ് നിങ്ങൾ ഇനി കാണാൻ പോവാണ്. ഈ പല MBA കോളേജസും മാനേജ്മെന്റ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തും. മാനേജ്മെന്റ് ഫെസ്റ്റിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ 1 ഡേ ഫുൾ കോമ്പറ്റീഷൻ ആവും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അതിൽ പലതരം കോമ്പറ്റീഷൻസ് ഉണ്ടാവും. നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ക്വിസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഗെയിംസ്, HR ഗെയിംസ്, ഫിനാൻസ് ഗെയിംസ്, അങ്ങനെ ഒത്തിരി ഗെയിംസ് ഒക്കെ ഉള്ള ഒരു 1 ഡേ പ്രോഗ്രാമാണ് ഈ കോമ്പറ്റീഷൻ. അപ്പോൾ കഴിഞ്ഞതിന്റെ 2 വർഷം മുമ്പ് നമുക്ക് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ശിവകുമാർ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി 25-ലും മേലെ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ക്വിസിലായാലും മാനേജ്മെന്റ് ഗെയിംസിലായാലും. അതായത് 25ഓളം സർട്ടിഫിക്കറ്റ്സ്, 25-ലും മേലെ സർട്ടിഫിക്കറ്റ്സ് ആയിട്ടാണ് അവൻ ക്യാമ്പസിൽ നിന്ന് പോണത്. ഇപ്പൊ ബാംഗ്ലൂർ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBA ചെയ്യാണ്. ഇതൊക്കെ ക്യാഷ് പ്രൈസ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യണം. കുറച്ച് കോമേഴ്സ് ക്വിസിൽ നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ. ഇപ്പൊ കൊറോണയ്ക്കാണ്, ഇപ്പൊ അടുത്തൊന്നും മാനേജ്മെന്റ് ഫെസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും അടുത്ത വർഷമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ക്വിസിനോട് താല്പര്യമുള്ള കുട്ടി അത് ഈ ജനറൽ ക്വിസ്, ഇത്ര നാൾ നിങ്ങൾ സയൻസ്, ജനറൽ നോളജ് അങ്ങനെയാ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ക്വിസിനോട് താല്പര്യമുള്ള കുട്ടി ഇതിലേക്ക് ഒന്ന് മാറി, ഒന്ന് കോമേഴ്സ് മാനേജ്മെന്റ് സബ്ജക്ട്സിനോട് മാറിയിട്ട് ആ ക്വിസിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് അവാർഡും ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കുട്ടികൾ D-സോണിലും ഇന്റർ-സോണിലും, ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും സീനിയേഴ്സ്, ഇപ്പൊ 6th സെമ്മിൽ പഠിക്കുന്ന കുട്ടികൾ ദഫ്മുട്ട്, കോൽക്കളി, ഒപ്പന, അതിലൊക്കെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് D-സോൺ പോയി, ഇന്റർ-സോൺ പോയി, ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അവർക്ക്. അതിനൊക്കെ ഇന്റർ-സോൺ ഒക്കെ പോയി കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യും. വെറും നിങ്ങളെ പുസ്തകപ്പുഴുക്കളാക്കാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം എല്ലാ പ്രോഗ്രാംസിലും, ഈ മാനേജ്മെന്റ് ഫെസ്റ്റിലും D-സോണിലും ഇതിലൊക്കെ പങ്കെടുത്ത് ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യാൻ ഞാൻ ആശമിസിനോട് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കാൻ. ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിന് വെൽക്കം പറയണം, അല്ലെങ്കിൽ അതൊന്ന് ഓർഗനൈസ് ചെയ്യണം, എന്നിട്ട് വോട്ട് ഓഫ് താങ്ക്സ് പറയണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതിന് റെഡി ആയിട്ട് വരണം. നിങ്ങളിൽ ഒരുപാട് ഉറങ്ങിക്കെടുക്കുന്ന സ്കില്ല് ഉണ്ടാവും. ആ സ്കില്ല് എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ഇനിയിപ്പോ നിങ്ങൾക്ക് സ്കില്ലില്ല എന്ന് തന്നെ വിചാരിച്ചോ നിങ്ങൾ, പക്ഷെ ഒരു സ്കില്ല് കൂട്ടാനുള്ള വഴികൾ എന്താണ്? ഈ ഗൂഗിളും ഫോണൊന്നും നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ചിറ്റ്ചാറ്റ് മാത്രം യൂസ് ചെയ്യാണ്ട് അതിന് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ ഇൻഫോർമേഷൻസ് കിട്ടും, കോഴ്സസ് എന്താണ്, അത് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ഈ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാൽ എന്തൊക്കെ ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്ത് കോഴ്സ് കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് കിട്ടുക, അങ്ങനെ അത് റിലേറ്റ് ചെയ്ത് പഠിക്കണം. ഞാൻ PSC, എനിക്ക് ഗവൺമെന്റ് ജോലിയാണ് ഇഷ്ടം. ആ ആൾക്ക് എന്ത് ചെയ്യാം, PSC കോച്ചിങ്ങിന് പോവാം. ഇപ്പൊ നമ്മുടെ ഒരു കുട്ടിയുണ്ട്, അവൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വർഷം അവൻ ലീവ് എടുത്തിട്ട്, അല്ല, ഒരു വർഷം അവന്റെ ജോലി പോയി, MBA കഴിഞ്ഞ കുട്ടിയാണ്. ഒരു വർഷം ഫുൾ ടൈം PSCക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചു. അങ്ങനെ ഇപ്പൊ പോലീസിന്റെ ആ ലിസ്റ്റ് വിളിച്ചപ്പോ ആ കുട്ടിയിലുണ്ട്. അപ്പൊ അടുത്ത് തന്നെ അപ്പോയിന്റ്മെന്റ് ആവും. അപ്പൊ അതൊരു ഗവൺമെന്റ് ജോലി ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമ്മുടെ അലുമിനിയെ പറ്റി പറയാം. വിദേശത്തും നാട്ടിലൊക്കെ നമുക്ക് നല്ല നല്ല അലുമിനീസ് ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2012-13 തോന്നുന്നു എനിക്ക്, ഇവിടുത്തെ അലുമിനി സ്റ്റുഡൻസ് ഒക്കെ കൂടിയിട്ട് ഈ കോളേജിലെ ഒരു ടീച്ചറിനെ എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദുബായിൽ കൊണ്ടുപോയി ഒരാഴ്ച സാറിനെ അവിടെ നിർത്തി
അവര് സാറിന് ഭയങ്കര ഹാപ്പിയൊക്കെ നാടൊക്കെ കാണിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സ്നേഹസമ്പന്നമായ ഒരു അലുമിനി പാരമ്പര്യം ഉള്ള കോളേജാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഓസ്ട്രേലിയൻ കൺട്രീസിലേക്ക് പോണു, അമേരിക്കൻ കൺട്രീസിലേക്ക് പോണു. അവിടെ ഇപ്പൊ നമ്മുടെ തൊട്ട് മുമ്പത്തെ ബാച്ചിൽ ഒരു പയ്യൻ ലണ്ടനിലേക്ക് പോവാൻ നിൽക്കാണ്. അവനവിടെ MS മാസ്റ്റർ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ PG ചെയ്യാനാണ് പോണു. അവനും അവന്റെ കസിനും കൂടിയിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് കുട്ടികൾ പോണത്. അപ്പോ കാനഡയിൽ നമ്മുടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്, IELTS ഒക്കെ കഴിഞ്ഞ് പോയ കുട്ടികളുണ്ട്. അവിടുത്തെ ഗ്രീൻ കാർഡും ഒക്കെ എടുത്തിട്ട് സിറ്റിസൺഷിപ്പിലൊക്കെ ശ്രമിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതുപോലെയൊക്കെ നിങ്ങൾക്കും ആവാം. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നെവർ തിങ്ക് ദാറ്റ് വൺസ് യു ജോയിൻ ദ BBA യു വിൽ പാസ് വെരി ഈസിലി. ഈ കോഴ്സിനെ അങ്ങോട്ട് ചേറി കിട്ടിയാൽ ഞാൻ ഈ ഡിഗ്രി പാസ്സായി എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് പാടില്ല. ഇപ്പൊ BComന്റെ തന്നെ റിസൾട്ട് മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 26% ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ കുറച്ച് ബെറ്റർ ആണ് BBAയുടെ പാസ് പെർസെന്റേജ്. അത് നിങ്ങൾ ഓരോ കോളേജിൽ നോക്കിയാലും എപ്പോഴും ഒത്തിരി കൂടി ഭേദമായിരിക്കും BBA. കുറച്ചും കൂടി ഒരു 2-3 തിയറി പേപ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ ഡിഗ്രി കോഴ്സ് പാസ്സാവുള്ളൂ. അതിപ്പോ ഈ ഇക്കണോമിക്സും ഈ ഫസ്റ്റ് ഇയറിലെ മാനേജ്മെന്റ് പഠിക്കുമ്പോൾ തോന്നില്ല, രണ്ടാമത്തെ സെം 3 മുതൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഇത്തിരി നല്ല എഫേർട്ട് എടുത്താൽ നന്നായി പഠിച്ച് പാസ്സായി നമ്മുടെ അലുമിനി ഒക്കെ നല്ല പൊസിഷനിൽ എത്തിയ പോലെ നിങ്ങൾക്കും വിദേശത്തൊക്കെ പോയിട്ട് MBA ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അച്ഛനും അമ്മേനെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട. അപ്പൊ നമ്മുടെ വഴി പോയിട്ടുള്ള കുട്ടികളൊന്നും വല്ല ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ടുള്ള കുട്ടികളൊന്നും അല്ല വിദേശത്ത് പോയിട്ട് MBA പഠിക്കുന്നത്, ജോലി പഠിക്കുന്നത്. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മള് അവിടെ എത്തും. എന്റെ സ്വപ്നമാണ് ഞാൻ, അല്ലെ, ഞാൻ ഒരുപാട് നാള് സ്വപ്നം കണ്ടിട്ടാണ് ഞാൻ ആ ജോലിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളും ഇതുപോലെ വലിയ ആളാവണം, സ്വപ്നം കാണുക, എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക. എന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്, ഇത് പറയാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ല, എസ്പെഷ്യലി ടു ഗേൾസ് ആണ്. നിങ്ങൾ ഇതിന്റെ ഇടയിലൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന കുട്ടികൾ ഉണ്ടാവാം. എന്ത് തന്നെയായാലും ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് പെൺകുട്ടികളുടെ ഭാഗത്തുണ്ടാവണം. എന്ത് സംഭവിച്ചാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഇതൊന്നും മനസ്സിൽ വെക്കുക. ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ റെഗുലർലി ക്ലാസ്സിൽ പറയേണ്ട കാര്യങ്ങളാണ്. ക്ലാസ്സിൽ നിങ്ങളെ കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പൊ ഈ ഓറിയന്റേഷൻ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ പറയണത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇതൊന്നും പറയില്ല. ക്ലാസ് നമ്മൾ റെഗുലർലി വന്ന് ഓതുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 2019 റെഗുലേഷൻസ് വന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം. നിങ്ങൾക്ക് 5 തരത്തിലുള്ള സബ്ജക്റ്റ് ആണുള്ളത്. കോമൺ ഇവിടെ BBAക്കൊക്കെ കോഴ്സ് എന്നാ പറയാ, സബ്ജക്റ്റിനെ അവർ പറയാ കോഴ്സ് എന്നാണ്. കോമൺ കോഴ്സ്, കോർ കോഴ്സ്, കോംപ്ലിമെന്ററി കോഴ്സ്, ഓപ്പൺ കോഴ്സ്, ഓഡിറ്റ് കോഴ്സ്. ഇതിപ്പോ ഒറ്റ പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ തലയിൽ നിൽക്കൂല, നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഡിഗ്രി കോഴ്സിനും ഇന്റർ ഡിസിപ്ലിനറി ആക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ആലോചിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓപ്പൺ കോഴ്സ്. നിങ്ങൾ 5ാമത്തെ സെമസ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യണ ഒരു കോഴ്സ് പഠിക്കും. ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കണ ഇക്കണോമിക്സ് കോഴ്സോ, അല്ലെങ്കിൽ BCA ഡിപ്പാർട്ട്മെന്റിന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സിൽ പോയിട്ട് പഠിക്കാം. അവിടെ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയോ അങ്ങനെ എന്തോ അവരെ സബ്ജക്ട് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഫിലിമിനെ പറ്റി പഠിക്കാം. നല്ലൊരു അവസരമാണ് നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സബ്ജക്ട് പഠിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഓപ്പൺ കോഴ്സ് നിങ്ങൾക്ക് 5ാം സെമ്മിൽ മാത്രമേ ഉള്ളൂ. അതുണ്ട്. പിന്നെ പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് കഴിഞ്ഞ കൊല്ലം മുതൽ ഓഡിറ്റ് കോഴ്സസ്. ഈ ഓഡിറ്റ് കോഴ്സ് ടീച്ചർ നിങ്ങൾ തന്നെ ക്ലാസ്സിൽ വന്നിട്ട് എന്നും പഠിപ്പിക്കൊന്നുമില്ല. അതിന് ടെക്സ്റ്റ് ബുക്കും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് വെറുതെ ഒരു 300 ചോദ്യമോ 350 ചോദ്യത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് തരും. ആ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് നിങ്ങൾ പഠിക്കുക. അത് പഠിച്ചിട്ട് അതിനൊരു 50 ചോദ്യം ചോദിക്കും. 50 മാർക്കിന്റെ 50 മാർക്കിന് തോന്നുന്നു എനിക്ക്. അതിന് എത്ര ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സാമിൽ നിങ്ങൾ പാസ്സാവണം. ആ എക്സാമിൽ നിങ്ങൾ പാസ്സായി മാത്രമേ നിങ്ങൾ ഈ എൻറ്റയർ ഡിഗ്രി കോഴ്സ് പാസ്സാവുള്ളൂ. ഓഡിറ്റ് കോഴ്സിൽ തോറ്റാലും നിങ്ങൾ എന്ത് പാസ്സാവില്ല, ഡിഗ്രി പാസ്സാവില്ല. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ഒരു വലിയ ചലഞ്ചാണ് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെ പുറത്ത് ഈ ഓഡിറ്റ് കോഴ്സും പഠിക്കാന്നുള്ളത്. പക്ഷെ അത് എളുപ്പമാണ്. എൻവയോൺമെന്റ് സ്റ്റഡീസ്, അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഹലോ, തസ്വീറിന്റെ ഓഡിയോ മ്യൂട്ടാക്ക് കുട്ടി.
അപ്പോൾ ഈ ഓഡിറ്റ് കോഴ്സ് പഠിക്കുക. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. 1 വേർഡ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തരും. അത് പഠിക്കുക, അത് പാസ്സാവുക, അത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, കോർ കോഴ്സ് നിങ്ങളോട് ചോദിക്കണം ആരെങ്കിലും, നിങ്ങൾ BBA ആണ് ചെയ്യുന്നത്, നിങ്ങൾ BBA എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ അറിയണം നിങ്ങൾ ഫിനാൻസ് ആണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. BBA മാർക്കറ്റിംഗ് ഓഫർ ചെയ്യുന്ന കോളേജ് ഉണ്ട്, HRM കൊടുക്കുന്ന കോളേജ് ഉണ്ട്. നമ്മുടെ കോളേജിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫിനാൻസ് ആണ്. അപ്പൊ ഇൻകം ടാക്സ്, ഫിനാൻസുമായി ബന്ധപ്പെട്ട സബ്ജക്ട്, ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ സർവീസസ്, അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. ഈ 4 സബ്ജക്ട് 5ഉം 6ഉം ആയിട്ടുള്ള സെമസ്റ്ററുകളിലായിട്ട് നിങ്ങൾ പഠിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫിനാൻസ് ആണ്. ചിലപ്പോൾ 3 കൊല്ലം പഠിച്ചിട്ടും ചില കുട്ടികൾ ചോദിക്കും നമ്മൾ BBA എന്താ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ആവരുത്, നിങ്ങൾക്ക് ഫിനാൻസാ പഠിക്കണം എന്ന് അറിയണം. ഇനി നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ട്, അത് ലാസ്റ്റ് 6ാമത്തെ സെമ്മിലാണ് നിങ്ങൾക്ക് ഒരു പ്രൊജക്ട് ഉള്ളത്. ആ പ്രൊജക്ടിന് ഒരു ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്ത് ഒരു കുഞ്ഞ് റിസർച്ച് ചെയ്യണ പോലെയാണ്. ആ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് അത് ഒരു 19 പേജുള്ള ഒരു ബുക്കൊക്കെ ആക്കി, സ്പൈറലൊക്കെ ആക്കി, അതിന്റെ 2 കോപ്പി നിങ്ങൾ ഉണ്ടാക്കി, ഒരു കോപ്പി ഡിപ്പാർട്ട്മെന്റിലേക്കും ഒരു കോപ്പി നിങ്ങളും കയ്യിൽ വെക്കുക. അതിനെപ്പറ്റി അധികമായിട്ട് ഞാൻ വിശദമായിട്ട് പറയണില്ല, അത് അന്നേരം പറയാം. പ്രൊജക്ട് നിങ്ങൾക്ക് ചെയ്യാണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. 3 ആഴ്ചത്തെ സമയ ഡ്യൂറേഷൻ ഒരു പ്രൊജക്റ്റ് ആണ്. ആ പ്രൊജക്ട് വർക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഉണ്ടാവുക, ഒരു വൈവ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു PPT പ്രസന്റേഷനോട് കൂടിയിട്ടുള്ള ഒരു ഇന്റേണൽ വൈവ ഉണ്ടാവും. അതേപോലെ വേറെ കോളേജിൽ നിന്ന് ഒരു ടീച്ചർ വന്നിട്ട് നിങ്ങൾക്ക് വൈവ കണ്ടക്ട് ചെയ്യും. അപ്പൊ ആ ടീച്ചർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനൊക്കെ ഉത്തരം പറയണം, എന്നാലേ നിങ്ങളെ പ്രൊജക്റ്റിൽ പാസ്സാവുള്ളൂ. അപ്പൊ അതും നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മിസ് പറഞ്ഞതാണ്. പിന്നെ എക്സ്ട്രാ ക്രെഡിറ്റ് നമുക്കറിയാം, NCCക്കും NSSനും ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു. ഇനി വേറെ 2019 റെഗുലേഷനിൽ ഒരു പുതിയ കാര്യം, BBA ഒരു കുട്ടി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 12 ദിവസത്തെ സോഷ്യൽ സർവീസ് നിർബന്ധമായും ചെയ്തിരിക്കണം. അതായത് ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ 3 ദിവസം വീതം. ഇപ്പൊ ഫസ്റ്റ് സെമർ നിങ്ങൾ പഠിക്കുന്നത്, ഇപ്പൊ നമുക്ക് കൊറോണ കാരണം പുറത്തു പോകാൻ പറ്റില്ല. പറ്റണ സമയമാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയാണ് നിങ്ങളെ 3 ദിവസം ഈ സെമസ്റ്ററിൽ, 2ാമത്തെ സെമ്മിൽ 3 ദിവസം, അങ്ങനെ 4 സെമസ്റ്ററിൽ 3 ദിവസമായിട്ട് നിങ്ങളൊരു സോഷ്യൽ സർവീസ് പ്രോഗ്രാം ചെയ്യണം. അത് ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങൾ എടുക്കുക, പഞ്ചായത്തിലേക്കോ ലോക്കൽ ബോഡിയോ ഹോസ്പിറ്റലാ അല്ലെങ്കിൽ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോയി അവിടെ വൃത്തിയാക്കുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ക്ലീനിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ സ്ഥാപനങ്ങൾ നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഇതും കൂടി ഉണ്ടെങ്കിലേ ഇതിനൊരു നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ കുട്ടികളുടെ ലിസ്റ്റ് ഒക്കെ അയക്കും. ഇതും ചെയ്യണം നിങ്ങൾ ഡിഗ്രി പാസ്സാവണം, ഇത് കമ്പൽസറി ആണ്. പിന്നെ കുട്ടികൾക്ക് ടൂർ കൊണ്ടുപോകുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായി പറയേണ്ട പുതിയ റെഗുലേഷൻ. നിങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടു. ഇൻഡസ്ട്രിയൽ വിസിറ്റിന് നിങ്ങളെ കൊണ്ടുപോകണം, ബിസിനസ് സെന്ററിലേക്കൊക്കെ കൊണ്ടുപോകണം. 4ഉം 5ഉം സെമസ്റ്ററുള്ള കുട്ടികളുടെയാണ് ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ കൊണ്ടുപോകുന്നത്. എല്ലാ കുട്ടികളും ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോയ ശേഷം ആ ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി അറ്റൻഡൻസിന്റെ കാര്യം പറയാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂളിലത്തെ പോലെയല്ല ഇവിടെ അറ്റൻഡൻസ്. 50% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അടുത്ത സെമസ്റ്ററിലേക്ക് പോവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ വേണം. 50% അറ്റൻഡൻസിന് കുറവുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ സെമ്മ പരീക്ഷ എഴുതാൻ പറ്റില്ല. അതായത് കണ്ടോണേഷൻ പോലും പറ്റില്ല. 65% ഉണ്ടെങ്കിൽ നമുക്ക് 75% മിനിമം വേണ്ടത്. അപ്പൊ 65% അറ്റൻഡൻസ് ഉള്ള കുട്ടിക്ക് 10% കണ്ടോണേഷൻ ചെയ്താൽ പരീക്ഷ എഴുതാം. 55% ഉള്ള കുട്ടിക്ക് 20% കണ്ടോണേഷൻ ചെയ്താൽ 75 ആവും, അപ്പോഴും കുട്ടിക്ക് പരീക്ഷ എഴുതാം. 50ലും കുറവാണെങ്കിൽ നിങ്ങൾ ആ കൊല്ലം സെം ഔട്ടാ. പിന്നെ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റിയപ്പോൾ അറിയോ, നിങ്ങൾ ഡിഗ്രി മുഴുവൻ കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾക്ക് ആ സെമസ്റ്ററിന്റെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടറിയാം, അയ്യോ ഒന്നും പഠിക്കാനില്ല, സുഖമാണ് കോളേജിലെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. നമ്മുടെ 2 കുട്ടികൾ, ഒരു കുട്ടി കഴിഞ്ഞ കൊല്ലം, അതിന്റെ മുമ്പത്തെ ഒരു കുട്ടി TC വാങ്ങിച്ചു പോയി. അത് പലതുണ്ട് കാരണം. ക്ലാസ് കയറില്ല, അറ്റൻഡൻസ് ഇല്ല, ക്ലാസ്സിൽ കയറാണ്ട് എല്ലാ ദിവസവും ക്യാമ്പസിലേക്ക് വരിക, ക്യാമ്പസിൽ വന്നിട്ട് അവൻ അടിപിടികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. അപ്പൊ കുട്ടികളാണ്, നമ്മൾ അവരെ അങ്ങനെ തള്ളിക്കളയും ചെയ്യരുത്. ഞങ്ങൾ മാക്സിമം 1 പ്രാവശ്യം 2 പ്രാവശ്യം പല പ്രാവശ്യം നമ്മൾ വാണിംഗ് കൊടുക്കും, പാരന്റ്സിനെ വിളിക്കും. നമ്മൾ പാരന്റ്സ് ആയിട്ട് റെഗുലർലി അവനെ കാര്യങ്ങൾ ഫോൺ ചെയ്ത് പറയും. അങ്ങനെ എല്ലാ അവസരവും കൊടുത്ത് പിന്നെ അവസാനം പാരന്റ്സിനെ തോന്നും ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, ഇതിലും വേറെ ഇവിടുന്ന് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ആക്കാന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കുട്ടികളെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ TC കൊടുക്കേണ്ട അവസ്ഥയൊന്നും ഈ ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടാവരുത്. മൊത്തത്തിൽ കണ്ടോണേഷന്റെ അറ്റൻഡൻസ് ലിസ്റ്റ് ഒക്കെ വന്ന BBA കുട്ടികളാണ് ഏറ്റവും കുറവ് കണ്ടോണേഷൻ ഉണ്ടാവുക. അറ്റൻഡൻസ് കൂടുതലുള്ള കുട്ടികൾ ഇപ്പൊ നിങ്ങൾക്ക് ഇനി ഇതൊക്കെ കിട്ടും, എന്ത് കലണ്ടറൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നോക്കിയറിയാം, 1 ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റിസൾട്ടിന്റെ കാര്യത്തിൽ എസ്പെഷ്യലി. നമ്മൾ 90 എബവ് ആണ് എല്ലാ വർഷവും റിസൾട്ട് ഉണ്ടാവുക. ഈ വർഷമാണ് അതൊരു 84.4 നിൽക്കുന്നത്.
അപ്പൊ അത് വാല്യുവേഷൻ ഒക്കെ കുറച്ച് ലേറ്റ് ആയതിന്റെ കാരണമാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെർസെന്റേജ് കൂടിയേനെ. തേർഡ് സെം ഒക്കെ വാല്യുവേഷൻ ഇപ്പൊ നടക്കണേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഒരിക്കലും 90% ലെസ് ആയിട്ടുള്ള അറ്റൻഡൻസ് അല്ല പെർസെന്റേജ് ഓഫ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നിങ്ങൾ അതിനൊരു ഇതാക്കരുത്. സ്പോർട്സ് കുട്ടികൾ പ്രോഗ്രാം കേൾക്കണേ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാസ് പെർസെന്റേജ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ നന്നായി ബാധിക്കും. അപ്പൊ ഞാൻ സ്പോർട്സ് ആണ്, ഫുൾ ടൈം നിങ്ങൾ ഗ്രൗണ്ടിലായിരിക്കും, നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ എങ്ങനെ നിങ്ങൾ ഈ ഡിഗ്രി പ്രോഗ്രാം പാസ്സായിട്ട് ഇവിടുന്ന് പോവാൻ നല്ല പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടതാണ്. ഞാൻ റെഗുലേഷൻസിനെ പറ്റി ഇത്രേ പറയുള്ളൂ. റെഗുലേഷൻസ് പറഞ്ഞാൽ അതൊരു വലിയ ബുക്കാണ്. അപ്പൊ അതിനെപ്പറ്റി വിശദമായിട്ട് സിമി ടീച്ചർ ഇനി അടുത്ത ഒരു ടീച്ചറിന്റെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി എന്റെ ക്ലാസ്സിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് എ വെരി സക്സസ്ഫുൾ ഓൺട്രപ്രണർ ഹൂ ലിവ്സ് നിയർ അസ്. അപ്പൊ അത് ആരാന്ന് നിങ്ങൾ ഞാൻ പറയണ ഈ കാര്യമൊക്കെ കേട്ടിട്ട് യു ഷുഡ് ഐഡന്റിഫൈ ഹൂ ദാറ്റ് പേഴ്സൺ ഇസ്. ആരാണോ ഓൺട്രപ്രണർ? നമുക്കറിയാം, എ പേഴ്സൺ ഹൂ സെറ്റ് അപ്പ് ബിസിനസ് ടേക്കിംഗ് ദ ഫിനാൻഷ്യൽ റിസ്ക് വിത്ത് ദി എയിം ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ്, അല്ലെ? ലാഭം ഉണ്ടാക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഫിനാൻഷ്യൽ റിസ്ക് ഒക്കെ എടുത്തിട്ട് ഒരു ബിസിനസ് നടത്തുന്ന ആളിനെയാണ് നമ്മൾ ഓൺട്രപ്രണർ എന്ന് പറയാം. അപ്പൊ നമ്മുടെ അടുത്ത് ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ഉണ്ട്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 5ാമത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ബിസിനസ് ആണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈന്ന് PG എടുത്തു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്ന്. അതേപോലെ തന്നെ 1983 ഇപ്പൊ 33 വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട് 40,000 രൂപ മാത്രം മുതൽ മുടക്കോട് കൂടി തുടങ്ങിയിട്ടുള്ള ബിസിനസ്സാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $350 മില്യൺ ആണ്. ആദ്യം അദ്ദേഹം അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈല് വളരെ പ്രത്യേകത ഉള്ളതാണ്. ഒരു മൊണോട്ടണസ് ഡ്രസ്സിംഗ് സ്റ്റൈലാണ്. വൈറ്റ് ഷർട്ടും വൈറ്റ് ട്രൗസേഴ്സും. അപ്പൊ അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സ് എപ്പോഴും കഴുകുക. അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം, വെള്ള ഷർട്ടും വെള്ള പാന്റും കഴുകണ ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും? അത് ക്ലീൻ ആക്കണം, അല്ലെ? നിങ്ങൾ ആരെങ്കിലും വെള്ള ഷർട്ടും വെള്ള പാന്റും ഒക്കെ തിരുമ്പിയിട്ടുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് എവിടെയെങ്കിലും ഒക്കെ ഒരു കളർ ഉണ്ടെങ്കിൽ അത് പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിനെ പറ്റി ചിന്തിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത്. ഇന്ന് ആ ബ്രാൻഡിന്റെ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 300 കോടിയാണ്. ഈ മൊത്തം ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഫാബ്രിക് വൈറ്റ്നറിലെ 72% ഷെയറും അദ്ദേഹത്തിന്റെ ഈ പ്രൊഡക്റ്റാ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആരാന്ന്? തൃശ്ശൂര് നമ്മുടെ ഗുരുവായൂരിന് അടുത്ത് താമസിക്കുന്ന ഈ മഹത് വ്യക്തി ആരാ? ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് പറയൂ. നിങ്ങൾ ആരും ഒന്നും കേൾക്കണില്ലേ? ക്ലൂസ് ഒക്കെ ഇത്ര തന്നില്ലേ? ഒരു ഗസ്റ്റ് എങ്കിലും ചെയ്യൂ കുട്ടികളെ. ഗുരുവായൂരിന് അടുത്ത് താമസിക്കുന്ന ഇത്രയും അധികം വെരി Ah, ഗുഡ്. yes. അതാരാ പറഞ്ഞേ? അപ്പൊ ആതിരക്കുട്ടി കോളേജിലേക്ക് വന്ന മിസ്സിന്റെ ഒക്കെ ഒരു സമ്മാനം ഉണ്ട് കേട്ടാ. അപ്പൊ MP രാമചന്ദ്രൻ നമ്മുടെ വളരെ കുനമുച്ചി അല്ലെ, അരിയന്നൂരാണ് അദ്ദേഹത്തിന്റെ വീട്. ഇപ്പൊ ആ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വാഷിംഗ് പൗഡർ ഉണ്ട്, സ്റ്റിഫ് ആൻഡ് ഷൈൻ, ദെൻ ടെക്നോ ബ്രൈറ്റ്, ഡിഷ് വാഷ്, എക്സോ ഒക്കെ നമുക്കറിയാം, മോസ്കിറ്റോ റെപ്പലന്റ്. അപ്പൊ ഇത്രയും അധികം പ്രൊഡക്റ്റിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരാള് 40,000 രൂപ മുതൽ മുടക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് തുടങ്ങിയതും ഇന്ന് വലിയ നിലയിൽ എത്തിയതും. അപ്പൊ നാളെ ഞാൻ ഇതെന്താ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങള് ഈ എന്റെ BBA കുട്ടികള് ഇത് കഴിഞ്ഞാൽ ചിലപ്പോ MBA ആയിരിക്കും ചെയ്യണ്ടാവുക. MBA ചെയ്താൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഓൺട്രപ്രണർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സ്ഥാപനത്തിന് മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോലി ചെയ്യാം. നിങ്ങൾ അറിയണം എന്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താവാൻ പറ്റും എന്നുള്ള ഒരു ധാരണ വേണം. അപ്പൊ ഓൺട്രപ്രണർ ആവാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഓൺട്രപ്രണർ ആയാലും ലൈഫിലും സക്സസ്ഫുൾ ആവാനുള്ള കുറച്ച് കീ പോയിന്റ്സും കൂടി പറഞ്ഞിട്ട് മിസ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആവണമെങ്കിൽ നിങ്ങൾ യു ഷുഡ് ഗെറ്റ് ഗ്രിട്ടി. അതായത് ഗ്രിറ്റ് ഇസ് പ്രിസർവൻസ് എന്ന് പറയാം. ചില ആൾക്കാർ നിങ്ങളോട് പറയും അത് ചെയ്യരുത്, നിങ്ങൾ ഉറക്കൊഴക്കണ്ട, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആ ബിസിനസ് ചെയ്യണ്ട. അങ്ങനെ ഒരാള് നിങ്ങളെ പിന്തിരിപ്പിച്ചാൽ പോലും നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് ഇല്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തും എന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സക്സസ്ഫുൾ ഓൺട്രപ്രണറും ആവാൻ പറ്റുള്ളൂ, ലൈഫിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. എപ്പോഴും മടിയാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ ഉറക്കം ത്യജിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് ഈ മൊത്തം നോക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഒരുപാട് സ്ലീപ്ലെസ് നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നോക്കി പഠിക്കുക.
ആരൊക്കെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ, അവരുടെ ലൈഫ് ഹിസ്റ്ററി എന്താണ്, അതൊന്ന് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രചോദനം കിട്ടും അവരുടെ ലൈഫിൽ നിന്നും. അതുപോലെ ചാലഞ്ച് യുവർ സെൽഫ്. ഒരാൾ നിങ്ങളെ എന്നും പുഷ് ചെയ്യാൻ പോകില്ല. നിങ്ങളൊക്കെ പുഷ് ചെയ്യേണ്ട പ്രായം കഴിഞ്ഞു. അതൊക്കെ ഒരു 10ാം ക്ലാസ് വരെയുള്ളൂ ഞാൻ പറയാച്ചാ. 11, 12 പോലും നിങ്ങൾ കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിക്കേണ്ടതാണ്. ഡിഗ്രിക്കായ അതിനേക്കാൾ മെച്യൂരിറ്റി കാണിക്കേണ്ടതാണ്. എപ്പോഴും നമുക്ക് തന്നെ ചാലഞ്ച്, നമുക്ക് തന്നെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക അല്ലെ. നിങ്ങൾ പ്രൈവറ്റ് ബാങ്കിലൊക്കെ പോണ കുട്ടികളൊക്കെ ചിലപ്പോൾ ജോലി കൂടുതലാകൊണ്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ട്. അത് പിന്നെ വീട്ടിലെന്തെങ്കിലും അച്ഛനമ്മമാര് സമ്പാദിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അവിടുന്ന് പോരാൻ തോന്നുക. അതില്ലാത്ത കുട്ടികൾ അത് മുന്നോട്ടേ പോകും. അപ്പൊ ഒരു ചാലഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ചാലഞ്ച് സെറ്റ് ചെയ്യുക, എന്നിട്ട് അത് ഭേദിച്ച് മുന്നോട്ട് പോവുക അല്ലെ. ആദ്യം ജിമ്മിൽ പോണ ആള് ഒരു 10 കിലോ വെയിറ്റ് എടുക്കും. 10 പ്രാവശ്യം 10 കിലോ എടുത്താൽ നമുക്ക് എന്ത് തോന്നും? അത് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ അവിടെ ഇട്ട് പോരുമോ? ഇല്ല. ഒരു ജിംനേഷ്യൻ ആവാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അതിട്ട് പോരില്ല. അയാൾ വീണ്ടും നെക്സ്റ്റ് 20 കിലോ ടാർഗറ്റ് ചെയ്യും. അങ്ങനെ ലൈഫിൽ ടാർഗറ്റ് സെറ്റ് ചെയ്ത് അങ്ങനെ നിങ്ങൾ വലിയ ആളാവണം. യു ഹാവ് ടു ബി പാഷനേറ്റ്. സ്നേഹിക്കണം. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ നമ്മൾ അതിനെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോൾ മാത്രം നമുക്കതൊരു സാക്രിഫൈസ് ആയിട്ട് തോന്നില്ല. അല്ലെങ്കിൽ പഠിക്കാൻ മടിയുള്ള ആൾക്ക് മാത്രമേ ഉറക്കം ഉഴയ്ക്കുമ്പോൾ അയ്യോ എന്റെ ഉറക്കം പോയി, അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചു, റെസ്റ്റ് എടുത്തില്ല എന്നൊക്കെ തോന്നുക. നിങ്ങൾക്ക് ആ പഠിത്തത്തിനോടും നിങ്ങളുടെ ഗോളിനോടും ഒട്ടും സ്നേഹമില്ലാത്ത ആളും നിങ്ങൾക്ക് ദീർഘവീക്ഷണം ഇല്ലാത്ത ആളെന്ന് അതിന്റെ അർത്ഥം അല്ലെ. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് ഇഷ്ടമുള്ള ജോലി ജീവിതത്തിൽ കിട്ടുന്നു. നമുക്ക് ജീവിതത്തിൽ ഉടനീളം നമ്മൾ ആഗ്രഹിച്ചതോ ഇഷ്ടപ്പെട്ടതോ മാത്രം കിട്ടണമെന്നില്ല അല്ലെ. എത്ര പേര് MBA ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, ഗൾഫിൽ പോയി സ്റ്റോർ കീപ്പർ ആവാം, സൂപ്പർവൈസർ ആവാം, നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആവാനാവും ഇഷ്ടം. പക്ഷെ അത് ആ ജോലി നിങ്ങൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഉടനീളം അങ്ങനെ തന്നെ ആയിരിക്കും. പാർട്ട്ണർ, നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തെ ലൈഫ് പാർട്ണർ ജോളി ആയിരിക്കണം, എപ്പോഴും ഔട്ടിങ്ങിന് കൊണ്ടുപോകണം, ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ചു തരണം, ഇതൊക്കെ നടക്കും ജീവിതത്തിൽ. അപ്പൊ എന്താണോ കിട്ടി അതിനെ നമ്മൾ സ്നേഹിക്കാൻ നോക്കുക. എന്ത് ജോലി കിട്ടിയാലും നമ്മൾ അതിനെ ഒരു സ്നേഹത്തോടു കൂടി കണ്ടാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ ലൈഫിൽ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. നോ പെയിൻ നോ ഗെയിൻ. നല്ല ഗെയിൻ വേണമെങ്കിൽ നല്ലോണം പെയിൻ എടുക്കണം ട്ടാ. കുട്ടികൾ ഇതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സിൽ കുറെ കേട്ടിട്ടുണ്ടാവും. എന്നാലും മിസ് എന്താ പറയാ BBA ഫസ്റ്റ് ഇയർ വന്നപ്പോ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തി. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കൂടി അച്ചീവ് ചെയ്യാണ്ടെന്ന് ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തല. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും അല്ല അത് പറയണത്. അതേപോലെ യു ഹാവ് ടു ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ തന്നെ വിശ്വസിക്കണം. എനിക്ക് എന്നെ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് അങ്ങോട്ട് വരും. ഒരാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും. എന്റെ മലയാളം പൊട്ടയായിക്കോട്ടെ, എന്റെ ഇംഗ്ലീഷ് പൊട്ടയായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എനിക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്നിലൊരു ആത്മവിശ്വാസം വേണം. എന്നാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ വിശ്വസിക്കണം. നിങ്ങൾ ആ പേടി മാറ്റി നിർത്തണം. സംസാരിക്കാൻ എനിക്ക് പേടിയാണ്, എനിക്ക് ജോലി ചെയ്യാൻ പേടിയാണ്, എനിക്ക് ആ ജോലി ഇഷ്ടമില്ല, അങ്ങനെയുള്ള നിങ്ങളുടെ ഫിയർ മാറ്റി വെക്കുക. നിങ്ങളുടെ സ്വപ്നത്തെ വിഷ്വലൈസ് യുവർ ഗോൾസ്. എപ്പോഴും സ്വപ്നം കാണുക. ഞാൻ എന്താണോ അത് എന്റെ സ്വപ്നമാണ് എന്നെ ഈ തലത്തിലെത്തിണ്ടാവുക അല്ലെ. മുഖ്യമന്ത്രി ആവാനോ ഒരാൾക്ക് ഇഷ്ടം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ചെറുപ്പം മുതലേ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇവിടെ കോളേജിലും പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. ഈ ഡെമോക്രസിയെ പറ്റി നന്നായിട്ട് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ കോളേജിൽ ഇലക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെന്നൊക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പവർ ആയി മാറാനാണെങ്കിൽ നിങ്ങൾ ചെറുപ്പം മുതലേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കും. അപ്പൊ നിങ്ങളുടെ ഗോൾസ് മനസ്സിൽ സ്വപ്നം കണ്ടിട്ട് MBA കഴിഞ്ഞിട്ട് എനിക്ക് എക്സിക്യൂട്ടീവ് ആവണം, MCOM B.Edും കഴിഞ്ഞിട്ട് എനിക്ക് ടീച്ചർ ആവണം, എനിക്ക് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അതിനുള്ള വഴികൾ അന്വേഷിക്കണം. എനിക്ക് നെറ്റും JRF എടുക്കണം. അങ്ങനെ എന്റെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നിങ്ങൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ദെൻ ആക്ട്. സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കും വേണം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം. വെറുതെ സമയം ചെലവാക്കാണ്ടും മടിയനായി ഇരുന്നിട്ടും ഫോൺ മാത്രം നോക്കിയിട്ട് ചാറ്റ് ചെയ്ത കുട്ടികളൊക്കെ എന്താ ഉണ്ടാവണം? ഒക്കെ പാസ്സാവാണ്ട് കോളേജിൽ നിന്ന് പോകുന്നുണ്ട്. മൊത്തത്തിൽ നിങ്ങൾ റിസൾട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറെ പേര് ഫെയിലിയർ ആവണൊക്കെ ഉണ്ട്. എന്താ അതിന്റെ കാരണം? വെറും ഫോൺ നോക്കുക, വെറും കളി. ആ ഒരു കോളേജ് അന്തരീക്ഷം ഞങ്ങൾ എൻജോയ് ചെയ്യാനാണ് വന്നത്. ഞങ്ങൾ കൂട്ടിലിട്ട പക്ഷിയായിരുന്നു +2 വരെ. ഇനി ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പോണു. ലൈഫ് എൻജോയ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 3 കൊല്ലമല്ല അതിന്റെ എൻജോയ്മെന്റ്. നന്നായി പഠിച്ച് നല്ലൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തി ജോലി ചെയ്ത് അപ്പോഴാണ് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പോണത്. അല്ലെങ്കിൽ നിങ്ങൾ ലൈഫിൽ യാതൊരു എൻജോയ്മെന്റും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു 3/4 മണിക്കൂറായി. ഇത്ര മതി തോന്നുന്നു. ഒരു ദിവസത്തേക്ക് ഏതാണ്ട് ഡാറ്റയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ മിസ് വൈൻഡ് അപ്പ് ചെയ്യണ്. എന്റെ എല്ലാ കുട്ടികളും നല്ല റിസൾട്ടോട് കൂടി നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് പോകണം എന്നാണ് ഞങ്ങൾ 4 ആളുടെയും ആത്മാർത്ഥമായ ആഗ്രഹം. ഞങ്ങളുടെ ഒപ്പം നിൽക്കുക. ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ കൈ പിടിച്ച് മുന്നോട്ട് നടത്തും. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യന്റ് ഹിയറിംഗ്. താങ്ക് യു രാജു മിസ്. എനിക്ക് രാജു മിസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ 2 ഫിലിമില് 2 ഡയലോഗുകളാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് പല്ലാവൂർ ദേവനാരായണൻ എന്നുള്ളൊരു സിനിമയില്
ഒരു അവാർഡ് ഫംഗ്ഷൻ അവാർഡ് സ്വീകരിക്കാനായിട്ട് മമ്മൂട്ടി സ്റ്റേജിൽ കയറുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങിയ സമയങ്ങളിൽ ഉറക്കമൊളിച്ച് ഞാൻ ചെയ്ത അധ്വാനത്തിന്റെ ഫലമാണ് എനിക്കിന്ന് ഈ ഒരു അവാർഡ്. അത് നക്ഷൽ രാജമിസിന്റെ ഏറ്റവും എസെൻസ് എന്ന് പറയുക ഒരു മെസ്സേജ് വാസ് ദാറ്റ്, ക്രക്സ് ഓഫ് യുവർ എൻറ്റയർ ടോക്ക് വാസ് ദാറ്റ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് അഞ്ചാം പാതിരയിൽ ആ പ്രാന്തം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. സോ അതെനിക്ക് കുട്ടികളോടുള്ള മെസ്സേജ് ആണ്, നിങ്ങളുടെ ഉറക്കമുളയ്ക്കാനുള്ള രാത്രികൾ വരികയാണ്. സോ ബി പ്രിപ്പയർഡ് ആൻഡ് ബി റെഡി ടു ടേക്ക് അപ്പ് യുവർ ചാലഞ്ച്. അപ്പോ സോ ഒരുപാട് നന്ദിയുണ്ട് രാജമിസ്സിനോട്. മിസ്സിന്റെ റെസ്പോൺസിബിലിറ്റിനൊപ്പം തന്നെ അതിനുമുപരിയായിട്ട് നമ്മളുടെ ഒരു വൈഡ് ഒരു എക്സ്ക്ലൂസീവ് സെഷൻ മിസ് ഹാൻഡിൽ ചെയ്തു. ഒരു എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടി ഇൻ ഷോർട്ട്. സോ സ്റ്റുഡൻസിന്റെ പാട്ടുനിന്നും മറ്റ് ഫാക്കൽറ്റീസിന്റെ പാട്ടുനിന്നും ഒക്കെ വലിയൊരു താങ്ക്സ് രാജമിസ്സിന്. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഇപ്പൊ അമലൊക്കെ ജോയിൻ ചെയ്ത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അമലിന്റെ ഞാൻ എന്താ അങ്ങനെ എടുത്തു പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും എനിക്ക് വൈകുന്നേരം സ്പോർട്സിന്റെ ക്യാമ്പ് കഴിഞ്ഞിട്ട് അമൽ മെസ്സേജ് അയക്കും, മിസ്സേ ഞാൻ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്തിയുള്ളൂ, മിസ്സേ ഞാനിപ്പോ ലോഗിൻ ചെയ്യണോ? അപ്പൊ ഞാൻ പറയും വേണ്ട, കുഴപ്പമില്ലടാ, അറ്റൻഡൻസ് കുഴപ്പമില്ല, തരാം. പക്ഷെ അമൽ ഇന്ന് എന്നോട് പറഞ്ഞു, മിസ്സേ മോർണിംഗിന്റെ ക്യാമ്പ് ഞാൻ ഇല്ല, അപ്പൊ ഞാൻ അറ്റൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെനിക്ക് അങ്ങനെ ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം അറ്റ്ലീസ്റ്റ് യു കെയർ ഫോർ ദാറ്റ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മിസ് പറയുന്ന ഈ ക്വാളിറ്റീസ് ഉള്ള മക്കളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു അത് നന്നാവണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പൊട്ടയാതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എവറി പേഴ്സൺ ഹാസ് എ പോസിറ്റീവ് ആൻഡ് എ നെഗറ്റീവ് സൈഡ്. അപ്പൊ ആ നെഗറ്റീവ് സൈഡിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോസിറ്റീവ് സൈഡിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിന് എക്സാമ്പിൾ സഹിതം നല്ലൊരു സെഷനാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയത്. സോ താങ്ക് യു രാജമിസ് ഫോർ യുവർ വൈഡ് ഡെലിബറേറ്റ് സെഷൻ. അതുപോലെ തന്നെ ഫോർ നമ്മുടെ സ്റ്റുഡൻസിന് ഫോർ ദർ പേഷ്യന്റ് ലിസണിങ്. സോ താങ്ക് യു ഓൾ. അപ്പൊ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.